അദ്ദേഹം അവിടെ ഈ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ കൂടി ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ഒരു ദർശനം നടപ്പാക്കാം, ആരുടെയും മതവിശ്വാസത്തെ ഹനിക്കാതെ, ആരുടെയും മതസ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ എങ്ങനെ നടപ്പാക്കാം എന്നതിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃക ലോകത്തെക്കാലഘട്ടത്തിലുമുള്ള മാതൃകയാണ്. ആ മാതൃകയെപ്പറ്റി ലോകത്താർക്കും ഒന്നും വിമർശിക്കാൻ കഴിയില്ല. പ്രവാചകത്വം എന്ന് പറയുന്നത് മനുഷ്യ നാഗരികതയുടെ ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു അധ്യായമാണ്. മനുഷ്യ സമൂഹത്തിന് സംസ്കാരവും നാഗരികതയും പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തെ ഉത്കൃഷ്ടമാക്കുവാൻ വേണ്ടി ലോകത്ത് ഒരുപാട് പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ആ പരിശ്രമങ്ങളിൽ ഒന്ന് പ്രവാചകന്മാരിൽ കൂടി നടന്ന പരിശ്രമങ്ങളാണ്. അതല്ലാത്ത രൂപത്തിലുള്ള ഒരുപാട് പരിശ്രമങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ശ്രദ്ധേയമായതും ഏറ്റവും സ്ഥായിയായതും ഏറ്റവും സമഗ്രമായതും ഏറ്റവും നൈരന്തര്യമുള്ളതുമായ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ പ്രവർത്തനമാണ്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളമുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകത്തിലെ എല്ലാ സമുദായത്തിലേക്കും പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ നിയോഗിക്കപ്പെടാത്ത ഒരു സമുദായവും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. പ്രവാചകന്മാരാരും അടിസ്ഥാനപരമായി വ്യത്യസ്തമായ ആശയങ്ങൾ മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും പൂർവ്വ പ്രവാചകന്മാരെ അംഗീകരിച്ചുകൊണ്ടും വരാൻ പോകുന്ന പ്രവാചകന്മാരെ പറ്റിയുള്ള സുവിശേഷം അറിയിച്ചുകൊണ്ടുമാണ് ഈ ലോകത്തേക്ക് പ്രവാചകന്മാർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ അനുയായികൾ എല്ലാ പ്രവാചകന്മാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്ന് വിശുദ്ധ ഖുർആൻ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഖുർആനിൽ ഒരു പരാമർശമുണ്ട്, മിൻഹും മൻ ഖസസ്നാ അലൈക് വ മിൻഹും മൻ ലം നഖ്സുസ് അലൈക്. വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടവരായ പ്രവാചകന്മാരുമുണ്ട്, പരാമർശിക്കപ്പെടാത്ത പ്രവാചകന്മാരുമുണ്ട്. ഈ പരാമർശിക്കപ്പെടാത്ത പ്രവാചകന്മാർ എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അർത്ഥവത്താണ്. കാരണം ലോകത്ത് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ മനുഷ്യ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ വേണ്ടി കടന്നുപോയ മനുഷ്യന്മാരിൽ ഒരുപക്ഷെ പേര് പറയപ്പെടാത്ത ധാരാളം ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ ആദരിക്കുക, ബഹുമാനിക്കുക. അത്തരം ആളുകളിൽ ആരും പ്രവാചകന്മാരാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിശാലമായ സാധ്യതയാണ് ഈ വിശുദ്ധ വചനം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കടന്നു വന്ന പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. മുഹമ്മദ് നബിയുടെ ഏറ്റവും മൗലികമായ സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹം അവസാനത്തെ പ്രവാചകനാണ് എന്നുള്ളതാണ്. ഇനി ഒരു പ്രവാചകൻ ഈ ലോകത്ത് വരാനില്ല. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തോടുകൂടി മനുഷ്യ സമൂഹത്തിലേക്ക് ദൈവികമായ സന്ദേശത്തിൻ്റെ നേർക്കുനേരെയുള്ള പ്രവാഹം അവസാനിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇനി മറ്റൊരു പ്രവാചകൻ ഈ ലോകത്തേക്ക് വരാനില്ല. അഥവാ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലുമുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ ആ പ്രവാചകനിൽ കൂടി മനുഷ്യരാശിക്ക് ലഭിക്കണം. കാരണം ഇനി മറ്റൊരു അവസരം നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും സമൂഹത്തിൽ മാതൃകയായിരിക്കണം. അദ്ദേഹം സമർപ്പിച്ച ആ സന്ദേശത്തിൽ മനുഷ്യജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. പ്രവാചക സന്ദേശത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൗലികമായ ഒരു തത്വമെന്ന് പറയുന്നത് പ്രവാചക സന്ദേശങ്ങൾ പരമ്പരാഗതമായ മത ചട്ടക്കൂടിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരാരും തന്നെ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേവലം ഒരു ആധ്യാത്മികമായ അനുഷ്ഠാന കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്നവരല്ല. അതുകൊണ്ടാണ് ലോകപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, ലോക നാഗരികതകളുടെ ചരിത്രം. അതിൽ വ്യത്യസ്തമായ നാഗരികതകൾ അനാവരണം ചെയ്തുകൊണ്ട് ഈ പ്രവാചക നാഗരികതയെ സംബന്ധിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് യേശുവിനെ പോലുള്ള സാത്വികനായ ഒരു പ്രവാചകന് പോലും ആ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യവുമായി എന്തുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ല എന്ന ഒരു ചോദ്യം. ആ ചോദ്യം വിശദീകരിച്ചുകൊണ്ട് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കാർക്കും അതാത് കാലഘട്ടത്തിലെ
സ്വാധീന കേന്ദ്രങ്ങളായ പാരമ്പര്യ മതപൗരോഹിത്യം, അന്നുണ്ടായിരുന്ന സമ്പന്ന മുതലാളി വർഗം, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അധികാരി വർഗം, ഇവരുമായി പൊരുത്തപ്പെട്ടു പോകാൻ പല പ്രവാചകന്മാർക്കും കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതിന് നൽകപ്പെട്ട മറുപടി, കേവലം ആത്മനിർവൃത്തിക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശവുമായിട്ടല്ല അവർ ഈ ലോകത്തേക്ക് വന്നത്. സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്ന മഹത്തായ ഒരു ലക്ഷ്യം പ്രവാചകന്മാരുടെ സന്ദേശത്തിൽ ഉണ്ടായിരുന്നു. ഈ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്ന സന്ദേശം പ്രവാചകന്മാർ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നവരുമായി അവർക്ക് മുഖാമുഖം നിൽക്കേണ്ടി വരിക. അപ്പോൾ പ്രവാചക സന്ദേശം എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ നിഖില മേഖലയിൽ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അന്ത്യപ്രവാചകൻ എന്ന നിലയ്ക്ക് ഇനി ലോകത്തേക്കൊരു പ്രവാചകൻ വരാനില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദേശം അത് സമ്പൂർണ്ണ ജീവിതത്തെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ആദർശ പ്രബോധനവും മറ്റൊന്ന് മനുഷ്യ വിമോചനവുമാണ്. ആദർശ പ്രബോധനവും മനുഷ്യ വിമോചനവുമാണ്. ഈ ആദർശ പ്രബോധനത്തിൻ്റെയും മനുഷ്യ വിമോചനത്തിൻ്റെയും സമഗ്രമായ ഒരു സന്ദേശം അദ്ദേഹം സമർപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം ജീവിതത്തിൽ അത് നടപ്പാക്കി, അത് പ്രയോഗവൽക്കരിച്ച് അതിന് സാക്ഷിയായി, ലോകത്തിൻ്റെ മുമ്പിൽ അതിന് സാക്ഷിയായി എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, തക്കൂനു ശുഹദാ അലന്നാസ്, നീ ജനങ്ങളുടെ മുമ്പിൽ സാക്ഷിയാകണം. സാക്ഷിയാവുക എന്ന് വെച്ചാൽ സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷിയാവുക, അത് ലോകത്ത് പ്രയോഗവൽക്കരിച്ച് അത് ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. ഇത് പ്രയോഗസാധ്യമാണ് എന്ന് സമർപ്പിക്കുക, അത് സമർപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും യഥാർത്ഥത്തിൽ ആ സന്ദേശത്തിന് അനുസൃതമായി പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞു എന്നതല്ല, അത് ഒരു വലിയ കാര്യമല്ല. കാരണം പ്രവാചകന്മാർ അത്തരം ആളുകളെ മാത്രമാണ് അള്ളാഹു തിരഞ്ഞെടുക്കുക. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു സവിശേഷമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഒരു ആദർശവാദിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആദർശം പൂർണ്ണമായി പ്രയോഗവൽക്കരിച്ച് കാണുവാനുള്ള ഒരു മഹത്തായ സൗഭാഗ്യം ഒരു പക്ഷേ വിശുദ്ധ ഖുർആനിൽ പോലും പരാമർശിക്കപ്പെട്ട പല പ്രവാചകന്മാർക്കും ലഭിക്കാത്ത ഒരു മഹാസൗഭാഗ്യമാണ്. പല പ്രവാചകന്മാർക്കും ലഭിക്കാത്തൊരു മഹാസൗഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ ആദർശം സമ്പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുമ്പോൾ വേറെ പല ആദർശങ്ങളും ലോകത്ത് കടന്നുവിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രയോക്താക്കളുടെ ജീവിത കാലഘട്ടത്തിന് നൂറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ അത് ഈ ലോകത്ത് സ്വാധീനം നേടുക. കാറൽ മാർക്സ് മരണപ്പെട്ടതിന് ശേഷമാണ് കാറൽ മാർക്സിൻ്റെ ആശയങ്ങൾക്ക് ലോകത്ത് സ്വാധീനമുണ്ടായത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലല്ല. മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ അത് നടപ്പാക്കുന്നതിന്, അത് പുലർന്നു കാണുന്നതിന് സാക്ഷിയാകാനുള്ള മഹാഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. അത് പുലർന്നു കാണുക ഒരു ആദർശവാദിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ മഹത്തായ അത് പുലർന്നു കാണുക എന്നുള്ളതാണ്. പുലരുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം 23 വർഷം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. വളരെ ഹ്രസ്വമായ ഒരു കാലഘട്ടം. ഒരു സാമൂഹിക പരിവർത്തനത്തിന് 23 വർഷം എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമായ ഒരു കാലഘട്ടമാണ്. കേവലം 63 വർഷം മാത്രം അദ്ദേഹം ജീവിച്ചിരുന്നത്. 40ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ദൗത്യം ലഭിക്കുന്നത്. ഈ 40 വയസ്സ് വരെയും അദ്ദേഹം ജീവിച്ചത് അദ്ദേഹം ഏതൊരു ആദർശമാണോ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായ ഒരു ചുറ്റുപാടിലാണ്. ഒരിക്കലും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന രൂപത്തിലുള്ള ഒരു വ്യക്തിത്വത്തിന് രൂപം നൽകാൻ കഴിയുന്ന ഒരു ചുറ്റുപാടേ ആയിരുന്നില്ല മക്കയിലുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങേയറ്റം വിശുദ്ധനായ ഒരു വ്യക്തിയായിരുന്ന ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് മക്കയിലെ ആളുകൾ വിശ്വസ്തൻ എന്ന പേര് തന്നെ നൽകിയിരുന്നു. അങ്ങേയറ്റം സത്യസന്ധനായിരുന്നു, അങ്ങേയറ്റം സദാചാരബോധം പുലർത്തുന്ന വ്യക്തിയായിരുന്നു. എല്ലാ അർത്ഥത്തിലും നീതിമാനും സത്യസന്ധനും, ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്തൊരു വ്യക്തിയായിരുന്നു. ലജ്ജ അദ്ദേഹത്തിൻ്റെ പ്രതീകമായിരുന്നു. അതേപോലെ തന്നെ എല്ലാവിധ ധാർമ്മിക മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം അവിടെ വളർന്നു വരുന്നത്. ആ സമൂഹമാണെങ്കിൽ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളുടെ കേന്ദ്രമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരുവിധ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലേക്കും അദ്ദേഹം പോയിട്ടില്ല. യാതൊരുവിധ വിശ്വാസ വൈകല്യങ്ങളും അദ്ദേഹം ജീവിതത്തിൽ ആ ചുറ്റുപാടിലും കടന്നു വന്നിട്ടില്ല. ഒരു ചുറ്റുപാടിനോട് അതിജീവിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സാക്ഷ്യമാണ് അദ്ദേഹം ആ 40 വർഷം കൊണ്ട് പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ സമർപ്പിച്ചത്. ചുറ്റുപാടിനെ മുഴുവൻ നേരിട്ടുകൊണ്ട്, ആ ചുറ്റുപാടിനോട് തികച്ചും നിഷേധാത്മകമായി പ്രതികരിച്ചുകൊണ്ട്, ആ സാമൂഹ്യ ചുറ്റുപാടിൻ്റെ ഒരു സ്വാധീനവും, ഒരു ജന്മസിദ്ധമായ ധർമ്മബോധമുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ചെറുക്കാൻ കഴിയുമെന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് അദ്ദേഹം. അന്ന് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചിട്ടില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള ദൈവബോധമുണ്ട്. ഒന്ന് ജന്മസിദ്ധമായി ലഭിക്കുന്ന ധർമ്മബോധം, മറ്റൊന്ന് പ്രവാചകന്മാരിൽ കൂടി ലഭിക്കുന്ന ധർമ്മബോധം.
ഈ ജന്മസിദ്ധമായ ധർമ്മബോധം തന്നെ ഇത്ര ശക്തമായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ വളരെ മോശമായ ചുറ്റുപാടിൽ നിന്നും ഇത്ര വിശുദ്ധനും ഇത്ര പരമപരിശുദ്ധനുമായ ഒരു വ്യക്തി അദ്ദേഹം വളർന്നു വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്ത്, ആ മനക്കരുത്ത്, സാഹചര്യങ്ങൾ നേരിടാനുള്ള കരുത്ത്, സാഹചര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടാതിരിക്കാനുള്ള കരുത്ത്, അത് നുബുവത്തിന് മുമ്പ് തന്നെ അദ്ദേഹം അവരുടെ മുമ്പിൽ തെളിയിച്ചിരിക്കുന്നു. അത് അവർ സാക്ഷിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്. ആ സാക്ഷ്യമാണല്ലോ പ്രധാനം. ആ മക്കയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് 40 വർഷം വരെയുള്ള ജീവിതത്തിന് സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് ധൈര്യമായി അദ്ദേഹം ചോദിക്കുന്നത്, ഞാൻ ഇതുവരെയും നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന്. നമുക്ക് ചോദിക്കാൻ കഴിയുമോ 40 വർഷത്തെ ജീവിതം കഴിഞ്ഞതിന് ശേഷം സ്വന്തം അനുയായികളെ വിളിച്ചു കൂട്ടി ഞാൻ ഇതുവരെ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് ധൈര്യമായി അദ്ദേഹം ചോദിക്കുകയാണ്. കള്ളം പറഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിൻ്റെ ആ ജീവിത വിശുദ്ധി അവർ നേരിട്ട് കണ്ട് അനുഭവിച്ചവരാണ്. അതിനുശേഷം 23 വർഷം മാത്രമാണ് അദ്ദേഹം അവിടെ ജീവിച്ചത്. പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലുണ്ടായ ആ പരിവർത്തനം എന്ന് പറയുന്നത്, പ്രവാചകത്വത്തിന് മുമ്പ് അദ്ദേഹം വലിയ ഒരു മഹാപണ്ഡിതനൊന്നും ആയിരുന്നില്ല, വലിയ ഒരു ചിന്തകനോ ദാർശനികനോ ഒന്നുമായിരുന്നില്ല, വലിയൊരു പ്രഭാഷകനായിരുന്നില്ല അദ്ദേഹം. എവിടെയും അദ്ദേഹം പ്രഭാഷണം നടത്തിയാൽ നമ്മൾ കേട്ടിട്ടില്ല. അദ്ദേഹം വലിയ ചിന്തകളോ ദർശനങ്ങളോ എവിടെയും സമർപ്പിച്ചാൽ നമ്മൾ കേട്ടിട്ടില്ല. വിശുദ്ധനായി ജീവിച്ചിരുന്നു എന്നതല്ലാതെ വലിയ പണ്ഡിതനോ വലിയ ഗ്രന്ഥകാരനോ കവിയോ ഒന്നും അദ്ദേഹം ആയിരുന്നില്ല. പക്ഷെ പ്രവാചകത്വത്തിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ ആ ദിവ്യ വെളിച്ചം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ദാർശനികനും പ്രഭാഷകനും പണ്ഡിതനും ഒക്കെയായി അദ്ദേഹത്തെ പരിവർത്തിപ്പിച്ചു എന്നുള്ളതാണ്. ഈ പരിവർത്തനം അവർ അംഗീകരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ജീവസാക്ഷ്യമാണ്, ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ, അദ്ദേഹം ജനിച്ച ആ നാട്ടിൽ മക്കയിലും മദീനയിലും തന്നെ അദ്ദേഹത്തിന് 23 വർഷം കൊണ്ട് സ്വന്തം ആദർശം പൂർണ്ണമായും നടപ്പാക്കാൻ കഴിഞ്ഞു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു ലക്കും നിഅമതി. ഇന്ന് ഇതാ നിങ്ങളുടെ ഈ ദർശനം, ഈ വ്യവസ്ഥ അത് പൂർണ്ണമായും നടപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയ, പ്രപഞ്ചം നൽകിയ ഈ ദർശനം ഇതാ ഇവിടെ നടപ്പാക്കപ്പെട്ടിരിക്കുന്നു. ഇത് നിങ്ങൾ കണ്ടുകൊള്ളുക, നിങ്ങൾ സാക്ഷിയായിക്കൊള്ളുക. ഇതാ നിങ്ങൾ കാണുക ഈ മൂല്യവ്യവസ്ഥ. ഇങ്ങനെ ഒരു 100% ഒരു മൂല്യവ്യവസ്ഥ, ഒരു സാമൂഹിക വ്യവസ്ഥ, അതും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്നത് സ്വന്തം നാട്ടിൽ, വേറെ ഒരു പ്രദേശത്തുമല്ല, സ്വന്തം നാട്ടിൽ. പല പ്രവാചകന്മാരും നാട്ടിൽ ജീവിക്കാൻ പോലും അനുവദിച്ചില്ല. ജനിച്ച നാട്ടിൽ, ആട്ടിപ്പുറത്താക്കിയ നാട്ടിൽ, അഭയം തേടിയ നാട്ടിൽ, ഈ രണ്ടും ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് അദ്ദേഹത്തിന് നടപ്പാക്കാൻ കഴിഞ്ഞു, വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. സ്വന്തം കാലഘട്ടത്തിൽ തന്നെ, സ്വന്തം ജീവിതത്തിൽ, സ്വന്തം നേതൃത്വത്തിലാണെന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം നേതൃത്വത്തിൽ, പ്രവാചകന്റെ നേതൃത്വത്തിലാണ്. വ്യക്തി ജീവിതം മുതൽ ആ രാഷ്ട്രത്തിന്റെ ഭരണം വരെ അദ്ദേഹം സ്വന്തം വ്യക്തി എന്ന നിലയ്ക്ക്, സ്വസമുദായം എന്ന നിലയ്ക്ക്, സ്വരാഷ്ട്രം എന്ന നിലയ്ക്ക്, വ്യക്തിയിലും അദ്ദേഹം അത് പൂർണ്ണമായും നടപ്പാക്കി. അദ്ദേഹത്തിന്റെ അനുയായികളിലും അത് പൂർണ്ണമായും നടപ്പാക്കി. അദ്ദേഹത്തിന് നേതൃത്വം ലഭിച്ച രാഷ്ട്രത്തിലും അദ്ദേഹം അത് പൂർണ്ണമായും നടപ്പാക്കി. ആ നടപ്പാക്കിയതൊന്നും അതിൽ ഒരു ബലപ്രയോഗവുമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ സന്ദേശത്തിന്റെ മർമ്മം. ഒരു ബലപ്രയോഗവുമില്ല, ഒരു ബലപ്രയോഗം എവിടെയും നിർവഹിക്കപ്പെട്ടിട്ടില്ല. പ്രബോധന പ്രവർത്തനങ്ങൾ കൂടി മാത്രമാണ് ഈ മാറ്റം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. ബലപ്രയോഗം എന്ന് പറയുന്നത് ഇസ്ലാം ശക്തമായി നിരാകരിക്കുന്നു. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലപ്രയോഗമില്ല. ചിന്താ സ്വാതന്ത്ര്യം, ആശയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ലോകത്ത് ആധുനിക ജനാധിപത്യം ലോകത്ത് പഠിപ്പിച്ചൊന്നുമല്ല. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ ആ അടിസ്ഥാനപരമായ പാഠം മനുഷ്യ സമൂഹത്തിന്, അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് പ്രവാചകനാണ്. പ്രവാചകനാണ് ആ ചിന്താ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ആ അനുയായികളുടെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയാണ്, ഒരുവിധ ബലപ്രയോഗമില്ലാതെ അദ്ദേഹത്തിൻ്റെ ആ ദർശനം 23 വർഷം കൊണ്ട് രാജ്യവ്യാപകമായി നടപ്പാക്കാൻ കഴിഞ്ഞു. ആ സമൂഹം എന്ന് പറയുന്നത് മുഴുവൻ മുസ്ലിം സമൂഹമായിരുന്നില്ല, ബഹുസ്വര സമൂഹമായിരുന്നു. ബഹുസ്വര സമൂഹമായിരുന്നു. ഇന്ന് നമ്മൾ ബഹുസ്വര സമൂഹത്തെ പറ്റി പറയുന്നുണ്ട്. പ്രവാചകൻ മദീനയിൽ ഒരു ഇസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കുമ്പോൾ ആ സമൂഹത്തിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളായിരുന്നില്ല. എന്ന് വെച്ചാൽ പ്രവാചകൻ അവിടെ നടപ്പാക്കിയത് ഇസ്ലാമിനെ സംബന്ധിച്ച്, പ്രവാചകന്റെ സന്ദേശത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അതിനൊരു ആദർശ വ്യവസ്ഥയുണ്ട്, അതിനൊരു സാമൂഹ്യ വ്യവസ്ഥയുണ്ട്, അതിനൊരു ആരാധനാ വ്യവസ്ഥയുണ്ട്. ഈ മൂന്നും കൂടി ചേർന്ന് സമഗ്രമാണ് പ്രവാചകന്റെ സന്ദേശം. പ്രവാചകൻ കേവലം ഒരു മത നേതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു ആദർശ വ്യവസ്ഥയുണ്ട്, വിശ്വാസ വ്യവസ്ഥയുണ്ട്, ഒരു സമഗ്രമായ ഒരു വിശ്വാസ വ്യവസ്ഥയുണ്ട്, വളരെ സമ്പൂർണമായ ഒരു ആരാധനാ വ്യവസ്ഥയുണ്ട്, എല്ലാ രംഗത്തെയും ഉൾക്കൊള്ളുന്ന ഒരു ആരാധനാ വ്യവസ്ഥയുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ വിശാലമായ മുഴുവൻ മേഖലയും ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയുണ്ട്. ആദർശ വ്യവസ്ഥ ആരുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ല.
ആരാധനാ വ്യവസ്ഥ ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ല. പക്ഷേ സാമൂഹ്യ വ്യവസ്ഥ എല്ലാവരും അംഗീകരിച്ചേ പറ്റൂ. ആ സാമൂഹ്യ വ്യവസ്ഥ നടപ്പാക്കുന്നതിനെയാണ് നമ്മൾ രാഷ്ട്രീയ പ്രക്രിയ എന്ന് പറയുക. ആ സാമൂഹ്യ വ്യവസ്ഥയാണ് പ്രവാചകൻ മക്കയിലും മദീനയിലും നടപ്പാക്കിയത്, ആ രാഷ്ട്രീയ പ്രക്രിയ. അതുകൊണ്ടാണ് അദ്ദേഹം ആ ബഹുസ്വര സമൂഹത്തിൽ ഒരു ഏതൊരു ആധുനിക മതനിരപേക്ഷവാദിയേക്കാൾ മനോഹരമായ രൂപത്തിൽ മതനിരപേക്ഷമായ ഒരു ഭരണക്രമമാണ് അദ്ദേഹം അവിടെ നടപ്പാക്കിയത്. ഒരാളുടെ മേലും അദ്ദേഹം തൻ്റെ മതം അടിച്ചേൽപ്പിച്ചില്ല, തൻ്റെ വിശ്വാസം അടിച്ചേൽപ്പിച്ചില്ല, തൻ്റെ ആരാധനാകർമ്മങ്ങൾ അടിച്ചേൽപ്പിച്ചില്ല, തൻ്റെ അനുഷ്ഠാനങ്ങൾ അടിച്ചേൽപ്പിച്ചില്ല. പക്ഷെ ഒരു സമൂഹം കൂട്ടായി ജീവിക്കുമ്പോൾ ആ സമൂഹത്തിനൊരു വ്യവസ്ഥ വേണം. ആ വ്യവസ്ഥ എല്ലാവരും അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഈ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ കൂടി ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ഒരു ദർശനം നടപ്പാക്കാം, ആരുടെയും മതവിശ്വാസത്തെ ഹനിക്കാതെ, ആരുടെയും മതസ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ എങ്ങനെ നടപ്പാക്കാം എന്നതിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃക ലോകത്തെക്കാലഘട്ടത്തിലുമുള്ള മാതൃകയാണ്. ആ മാതൃകയെപ്പറ്റി ലോകത്താർക്കും ഒന്നും വിമർശിക്കാൻ കഴിയില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിനെ കണ്ട്, ഇതാ നിങ്ങൾക്ക് ഞാൻ ഫഷദ്, നിങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊള്ളണമെന്ന് സ്വന്തം അനുയായികളോട് ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ വേണ്ടി ഇത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്ന് ചോദിച്ചാൽ, ഇത് സാധിക്കേണ്ടത് ചരിത്രപരമായി അനിവാര്യമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സാധിച്ചില്ല എങ്കിൽ പിന്നെ ഒരുപക്ഷേ ലോകത്ത് മനുഷ്യരാശി വിലയിരുത്തും, പ്രവാചകന്റെ കാലഘട്ടത്തിൽ പോലും സാധിക്കാത്തത് മറ്റുള്ളവർക്ക് എങ്ങനെ കഴിയുമെന്ന ചോദ്യം ഉയർന്നു വരാൻ പാടില്ല. മുഹമ്മദ് നബിയെ കൊണ്ട് പോലും സാധിക്കാത്തത് ഞങ്ങൾക്കൊണ്ട് എങ്ങനെ സാധിക്കും എന്ന ഒരു വിമർശനം ഉയർന്നു വരാൻ പാടില്ല. ഇനി അത് സ്ഥാപിക്കാൻ മറ്റൊരു പ്രവാചകൻ ലോകത്ത് വരാനില്ല. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും അവസാനത്തെ മാതൃക കർമ്മരൂപത്തിൽ തെളിയിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ബാധ്യതയായിരുന്നു. കർമ്മരൂപത്തിൽ തന്നെ ഈ ലോകത്ത് ഭൂമിയിൽ സ്ഥാപിക്കണം. അത് സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും വിമർശനം ഉയർന്നു വരുമായിരുന്നു. പ്രവാചകന്റെ നാട്ടിൽ, വേറെ ഏതെങ്കിലും നാട്ടിലായിരുന്നു സ്ഥാപിച്ചത്, എന്തുകൊണ്ട് പ്രവാചകന്റെ നാട്ടിൽ ഇത് വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല? കുറേ കാലഘട്ടത്തിന് ശേഷമാണ് നടപ്പാക്കപ്പെടുന്നത്, എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആത്മീയ രംഗത്ത് അദ്ദേഹം അത് വിജയിപ്പിച്ചു, പക്ഷെ എന്തുകൊണ്ട് സാമൂഹ്യ രംഗത്ത് അദ്ദേഹത്തിന് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല? ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സാമൂഹ്യ പരിവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പ്രവാചകൻ നിർവഹിച്ച ഈ പരിവർത്തനം എന്ന് പറയുന്നത് വളരെ സമഗ്രമായിരുന്നു, വളരെ സമ്പൂർണമായിരുന്നു. ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ ഒരു സാമൂഹ്യ പ്രക്രിയയായിരുന്നു പ്രവാചകൻ. ആ പ്രവാചകന്റെ സന്ദേശം എന്ന് പറയുന്നത് അന്ന് ലോകത്തുണ്ടായിരുന്ന എന്തെല്ലാം സാമൂഹികമായ തിന്മകളുണ്ടോ ആ സാമൂഹികമായ തിന്മകളെ ഒക്കെ വിഭാവനം ചെയ്യുന്നതായിരുന്നു. അന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമൂഹിക തിന്മയായിരുന്നല്ലോ അസമത്വം എന്ന് പറയുന്നത്. ഇന്നും ലോകത്ത് നമുക്കറിയാം, നമ്മുടെ രാജ്യം അസമത്വത്തിൽ എന്ത് നീറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ മഹാഭാരത രാജ്യം, അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, അവിടെ വെളുത്തവനും കറുത്തവനും നമ്മൾ അനന്തമായ സംഘർഷം ഈ 21ാം നൂറ്റാണ്ടിലും അവിടെ വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇന്നും ലോകത്തിന് പരിഹരിക്കാൻ കഴിയാത്തതാണ് ഈ വർണ്ണവിവേചനം എന്ന് പറയുന്നത്, ഈ വംശവിവേചനം എന്ന് പറയുന്നത്, ഈ ജന്മനാ ഉള്ള അവൻ്റെ ആ ഉച്ചനീചത്വം എന്ന് പറയുന്നത്. ഇത് സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം നശിപ്പിച്ചില്ലായ്മ ചെയ്ത, നിർമ്മാർജ്ജനം ചെയ്ത അദ്ദേഹം ലോകത്തുനിന്ന് പോയത്. ബിലാൽ എന്ന് പറയുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതീകമാണ്. അദ്ദേഹം നിർമ്മാർജ്ജനം. ലോകത്ത് ഇസ്ലാമിനല്ലാതെ മറ്റൊരു ദർശനത്തിനും അത് കഴിഞ്ഞിട്ടില്ല. മുഹമ്മദ് നബിക്കല്ലാതെ വേറെ ആർക്കും അത് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നും ഇസ്ലാമിലേക്കുള്ള ജനങ്ങളുടെ ഒരു ആകർഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നായി നിൽക്കുന്നത് ഈ സമത്വം എന്ന് പറയുന്നതാണ്. സമത്വം, വിവേചനമില്ല, ഒരുവിധ വിവേചനവുമില്ല. വെളുത്തവനോ കറുത്തവനോ, പ്രവാചകന്റെ പ്രസിദ്ധമായ പ്രസംഗമുണ്ട്, വെളുത്തവനോ കറുത്തവനോ അറബിയോ അനറബിയോ തമ്മിലുള്ള യാതൊരു വ്യത്യാസവുമില്ല. ഇത് അക്ഷരാർത്ഥത്തിൽ തത്വത്തിലുള്ള പ്രയോഗത്തിൽ അദ്ദേഹം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയുണ്ടായി. ആ വിമോചനം അദ്ദേഹം കാണിച്ചു കൊടുക്കുകയുണ്ടായി. സ്ത്രീകളുടെ അവസ്ഥ എടുത്തു നോക്കുക. അന്നെന്തായിരുന്നു സ്ത്രീകളുടെ അവസ്ഥ? കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു? സ്ത്രീകളുടെ അന്നത്തെ അവസ്ഥ. ആരാണ് അന്ന് സ്ത്രീകൾക്ക് ഈ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത്? സ്ത്രീകൾക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ പ്രവാചകൻ നൽകിയ ആ സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യം നമ്മളൊന്ന് പഠിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീ വിമോചനം എന്ന് പറയുന്നത് വളരെ മഹത്തായ ഒരു ദൗത്യം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്നു. അടിമ വിമോചനം എന്ന് പറയുന്നത്, അപ്പോൾ വിമോചനത്തിൻ്റെ ഒരു നീണ്ട ഒരു പരമ്പര തന്നെ നമുക്ക് കാണാൻ കഴിയും. സാമ്പത്തിക ചൂഷണത്തിൽ നിന്നുമുള്ള വിമോചനം, അടിമത്തത്തിൽ നിന്നുമുള്ള മോചനം, വിവേചനങ്ങളിൽ നിന്നുമുള്ള മോചനം, ഉച്ചനീചത്വങ്ങളിൽ നിന്നുമുള്ള മോചനം, അന്ധവിശ്വാസ അനാചാരങ്ങളിൽ നിന്നുമുള്ള മോചനം, അധിനിവേശത്തിൽ നിന്നുമുള്ള മോചനം, മർദ്ദന പീഡനങ്ങളിൽ നിന്നുമുള്ള മോചനം. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ജനങ്ങളുടെ പിരടിയിൽ കയറ്റി വെച്ചിരിക്കുന്ന ഭാരവും
അവരുടെ കാലുകളിലെ ചങ്ങലകളും പൊട്ടിച്ചെറിയുകൽ എന്ന് പറയുന്ന പ്രവാചക ദൗത്യമാണ്. അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങളുടെ പിരടിയിൽ കയറ്റിവെച്ചിരുന്ന മുഴുവൻ അന്ധവിശ്വാസങ്ങളുടെയും ചൂഷണങ്ങളുടെയും വംശീയതയുടെയും ഭാരങ്ങൾ അദ്ദേഹം പൊട്ടിച്ചെറിഞ്ഞു. അവരുടെ കാലുകളിലെ ചങ്ങല അദ്ദേഹം പൊട്ടിച്ചെറിഞ്ഞു. എല്ലാവരും പൂർണ്ണമായും സ്വതന്ത്രരായി. അപ്പോൾ വിമോചനം എന്ന് പറയുന്നത് ഈ ദൗത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു ഭാഗത്ത് പ്രബോധനം, മറുഭാഗത്ത് വിമോചനം. ഈ പ്രബോധനത്തിലും അദ്ദേഹം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ സമൂഹത്തിൽ സാക്ഷ്യം വഹിച്ചു. വിമോചനത്തിലും അദ്ദേഹം ലോകൈക വിജയം നേടിക്കൊണ്ടാണ് ഈ ലോകത്തുനിന്ന്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി ഖുർആൻ പറയുന്നത് മാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, മനുഷ്യവർഗത്തിനുള്ള കാരുണ്യമായിട്ടാണ് നിന്നെ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാചക ജീവിതത്തിൻ്റെ ഈ സമഗ്രമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇന്നത്തെ വർത്തമാന കാലഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപിടി പ്രശ്നങ്ങൾ വ്യവസ്ഥാപിതമായി പരിഹരിച്ചുകൊണ്ടാണ് പ്രവാചകൻ പോയത്. ഈ യാഥാർത്ഥ്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ് ആധുനിക ലോകം പോലും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന്. സ്ത്രീകളുടെ സുരക്ഷാ പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം, എവിടെ എത്തി നിൽക്കുന്നു. പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെ നിൽക്കുന്നു, താഴ്ന്ന ജാതിക്കാരുടെ പ്രശ്നങ്ങൾ, കറുത്തവൻ്റെ പ്രശ്നങ്ങൾ, അതേമാതിരിയൊക്കെയുള്ള ദരിദ്രന്മാരുടെ അവസ്ഥ എന്താണ്, നമുക്കെല്ലാവരും സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വിവേചനം, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം ഒരു ലോകത്ത് നിന്നുകൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ മഹത്തായ പരിവർത്തനം വരുത്തിയെന്ന് ചിന്തിക്കുമ്പോഴാണ് ആധുനിക ലോകത്തിൽ എല്ലാ അർത്ഥത്തിലും പഠിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ട ഒരു മഹത്തായ മാതൃകയാണ് അദ്ദേഹം ഈ ലോകത്തിന് വിട്ടേച്ചു പോയത്. അത് പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള ഒരു സന്ദർഭമായി നമ്മൾ ഈ പ്രവാചക അനുസ്മരണ സന്ദർഭം മാറ്റിയെടുത്തെങ്കിൽ ഈ സന്ദർഭം ക്രിയാത്മകമായിരിക്കും. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ